പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്ന് നമ്മുടെ ആഘോഷ ദിവസമാണ്. ഇന്നും നാളെയുമായിട്ട് നമ്മുടെ SSLC +2 റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. പല തരത്തിലുള്ള ആരവങ്ങളും ഫ്ലെക്സുകളും അതുപോലെ തന്നെ ഫോട്ടോകളൊക്കെ പത്രങ്ങളിലും മറ്റുള്ള നവമാധ്യമങ്ങളിലൊക്കെ നിറയാൻ പോവുകയാണ്. ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകളിൽ എൻ്റെ മോന് എൻ്റെ മോൾക്ക് ഫുൾ A+ അല്ലെങ്കിൽ ഉന്നത വിജയം നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകളൊക്കെ വരാനുള്ള ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പല സ്കൂളുകളിലും പല വീടുകളിലും മധുര വിതരണവും ലഡു വിതരണവും ഒക്കെ നടക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ. നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ വേണ്ടത്. ഒരിക്കലും നമ്മൾ എത്ര A+ കിട്ടി അല്ലെങ്കിൽ A+ൻ്റെ എണ്ണം നോക്കിക്കൊണ്ടോ മാർക്ക് എത്ര കിട്ടി എന്നതിൻ്റെ ഒരു ഹയസ്റ്റ് മാർക്ക് ആർക്ക് കിട്ടിയെന്ന് നോക്കിക്കൊണ്ടോ ആയിരിക്കരുത് നമ്മുടെ മക്കളെ നമ്മൾ ആശീർവദിക്കേണ്ടതും അനുമോദിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കിട്ടിയാലും എത്ര A+ കിട്ടിയാലും അവരോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് നൽകിയിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ മുഖം വാടിപ്പോവുകയോ അല്ലെങ്കിൽ കിട്ടിയ റിസൾട്ട് പോരാ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ പഠിച്ചതിന് കഷ്ടപ്പെട്ടതിന് ഇത്ര മാർക്ക് കിട്ടിയാൽ പോരാ അല്ലെങ്കിൽ ഇത്ര A+ കിട്ടിയാൽ പോരാ എന്ന് ഒരിക്കലും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സൂചന നൽകിക്കൊണ്ടോ ഒരിക്കലും മക്കളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കുറ്റപ്പെടുത്തുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇന്ന് നമുക്കറിയാം കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഹാർഡായിട്ടുള്ള ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ മാത്രം പാകപ്പെട്ട ഒരു മനസ്സുകളായിട്ട് നമുക്ക് ഇന്ന് കുട്ടികളുടെ മനസ്സ് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് അവർക്ക് ലഭിച്ചാലും നീ അധ്വാനിച്ചതിന് നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് മധുരം നൽകുകയും അവരെ വാരിപ്പുണരുകയും അവരെ അടുത്ത ഒരു സ്റ്റേജിലേക്ക്, അടുത്ത ഒരു ഹയർ സ്റ്റഡിയിലേക്ക് നിങ്ങൾ അയക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഡെസ്പാവുകയോ നിങ്ങൾ ടെൻഷൻ ആവുകയോ വെറീഡ് ആവുകയോ ചെയ്യരുത്. നിങ്ങളുടെ കിട്ടിയ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഇനിയും ഒരുപാട് കടമ്പകൾ, ഇനി എത്രയോ കോമ്പറ്റീഷൻ എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. SLC കഴിഞ്ഞവർക്ക് ഇനി +1 +2 ഡിഗ്രി തുടങ്ങിയ പരീക്ഷകളുണ്ട്, എൻട്രൻസ് എക്സാമുകളുണ്ട്. അതേപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇനിയാണ് അവർക്ക് എക്സാം എഴുതാൻ പോകുന്നത്, ഇനിയാണ് അവരുടെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മേഖലകൾ ഇനിയുമുണ്ട്. മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങൾ ആ ലക്ഷ്യത്തിൽ തന്നെ, ഏത് ലക്ഷ്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും, ഇപ്പോൾ അല്പം മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകളിൽ, അടുത്ത മേഖലകളിൽ നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ഒരു കഴിവ് തെളിയിക്കാനുള്ള അവസരമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യുക. ഏതിനാണോ മാർക്ക് കുറഞ്ഞു പോയത് അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തുകയും പിന്നീടുള്ള അവസരങ്ങളിൽ നിങ്ങളത് മാറ്റിക്കൊണ്ട് നല്ല ഒരു മാർക്ക് വാങ്ങാനും അതുപോലെ തന്നെ നല്ല ഉന്നത വിജയം നേടാനും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു മാർഗരേഖയായിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു പരീക്ഷകളെ കാണരുത്. ജീവിതത്തിൻ്റെ അവസാനത്തെ പരീക്ഷയല്ല നമ്മൾ എഴുതിയിട്ടുള്ളത്, ആദ്യത്തെ ഒരു പരീക്ഷ മാത്രമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനിയും നമുക്കൊരുപാട് പരീക്ഷകൾ വരാനുണ്ട്. ആ ഒരു അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ വെറീഡാവുകയോ എനിക്ക് മറ്റുള്ളവൻ്റെ അത്ര മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അത്ര മാർക്ക് കിട്ടിയില്ല, എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞവൻ ഞാനായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ ഗ്രാമത്തിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞവൻ ഞാനായിപ്പോയി എന്നുള്ള ഒരു വികാരമോ നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ മേഖല അനന്തമായി നീണ്ടുകിടക്കുകയാണ്. അവിടെ നിന്നുള്ള മുത്തുകളും ചിപ്പികളും വാരാനുള്ള ചെറിയ ഒരു സ്റ്റെപ്പായിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു +2 അല്ലെങ്കിൽ SSLC പരീക്ഷ കണക്കാക്കാൻ പാടുള്ളൂ. ഇനിയുള്ള മേഖലകളാണ് നിങ്ങളുടെ ജീവിതത്തെയും അല്ലെങ്കിൽ നിങ്ങളെ ജീവിക്കുന്നതിന് വേണ്ടിയും നിങ്ങളെ പ്രാപ്തരാക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് എത്ര ആണെങ്കിലും 10A+ ആണെങ്കിലും 6A+ ആണെങ്കിലും 3A+ ആണെങ്കിലും ഇനി ഒരു A+ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും
നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയാണ് നിങ്ങൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് എല്ലാവരുടെയും ഒരു വിജയത്തിലേക്ക് നമുക്ക് കടക്കാനും നല്ല ഒരു വിജയ ശതമാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.